എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കഞ്ഞിയാണ്. വെറും കഞ്ഞിയല്ല, പ്രോട്ടീൻ റിച്ച് കഞ്ഞിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ പയറുകഞ്ഞി. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കഴുകി കുതിർത്ത 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പച്ചരിയും കൂടി കഴുകിയിട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വിസിലും കൂടി ആയതിനു ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ചെറുപയറും അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ, ഇതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ കഞ്ഞി തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ട്രാവൽ കഴിഞ്ഞ് വന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലോട്ടേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായി തിളക്കുന്നവരെ കാത്തിരിക്കണം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതെടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ രുചികരവും ആരോഗ്യപ്രദവുമായ ചെറുപയർ കഞ്ഞി ഇവിടെ തയ്യാറായി. അപ്പം ഈ ചെറുപയർ കഞ്ഞി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്